ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം. 4 അധ്യായങ്ങളിലും ആയ കുറേയേറെ നിർദ്ദേശങ്ങൾ അദ്ദേഹം വിശ്വാസികൾക്ക് നൽകി. അതിൻ്റെ ഒരു തുടർച്ചയാണ് 5-ാം അധ്യായവും. അദ്ദേഹം പറയുന്നു, ദൈവമക്കൾ എന്ന നിലയിൽ ദൈവത്തെ നിങ്ങൾ അനുകരിക്കണം. പൗലോസ്ലീഹ അപ്രകാരം ചെയ്ത് ആത്മധൈര്യത്തോടെ ഞാൻ മശിഹായെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളായിരിപ്പീൻ എന്ന് പറഞ്ഞയാളാണ് അപ്പോസ്തലനായ പൗലോസ്. നമുക്ക് വേണ്ടി സ്വയം സമർപ്പിക്കത്തക്കവണ്ണം നമ്മെ സ്നേഹിച്ച കർത്താവിനെ പോലെ പരസ്പരം നാമും സ്നേഹിക്കണം. 3-4 വാക്യങ്ങളിൽ കാണുന്ന അസന്മാർഗികത്വം അത് ക്രൈസ്തവനിൽ ഒരിക്കലും കാണുവാൻ പാടില്ലാത്തതാണ്. അശുദ്ധിയും വ്യഭിചാരവും എല്ലാ ദോഷകരമായ ചിന്തകളും പ്രവൃത്തികളും പൂർണ്ണമായി വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കപ്പെടേണ്ടതാണ്. ആയതുപോലെ ദൈവം നൽകിയതായ നന്മകൾക്ക് ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം പ്രതിദിനം അർപ്പിച്ചുകൊണ്ടിരിക്കണം. സ്വർഗരാജ്യ പ്രവേശനത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന പാപങ്ങളുടെ ലിസ്റ്റ് ഗലാത്യർ 5:19 മുതൽ 21 വാക്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ആയതുപോലെ തന്നെ ഇവിടെ 5-ാം വാക്യത്തിലും അതുതന്നെ ഇവിടെ പറയുന്നു, വ്യഭിചാരവും അശുദ്ധനും അത്യാഗ്രഹിക്കും വിഗ്രഹാരാധകനും ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളണം. പിന്നെ പറയുന്നു, വ്യർത്ഥവാക്കുകൾ, വിശ്വാസത്തിന് ചേരാത്ത വാക്കുകൾ സംസാരിക്കുന്നവരുമായി സമ്പർക്കം പോലും അരുത്. അത് ദൈവകോപത്തിന് കാരണമാകും. കാരണം നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിലേക്ക് വിളിക്കപ്പെട്ടവരും വന്നവരുമാണ്. അതുകൊണ്ട് പ്രകാശത്തിൽ പരിശുദ്ധാത്മ വെളിച്ചത്തിൽ നിങ്ങൾ നടക്കണം. അതിൽ നിങ്ങൾ പുരോഗമിക്കണം. നന്മ, നീതി, സത്യം എന്നിവയാണ് പ്രകാശത്തിൻ്റെ ഫലങ്ങൾ. അന്ധകാര പ്രവൃത്തികളിൽ വിവേചനം കൂടാതെ ഒരിക്കലും പങ്കാളികളാകരുത്. 1 പത്രോസ് 2:9 പത്രോസ്ലീഹ ഇതുതന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ആ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നു, തിന്മകൾക്ക് മുൻകൈയുള്ള ഇക്കാലത്ത് അങ്ങനെയുള്ള ആളുകൾ ശക്തരായി പ്രവർത്തിക്കും. അതുകൊണ്ട് ഏതിലും ദൈവത്തിൻ്റെ തിരുവിഷ്ടം എന്തേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരായിരിക്കണം. ഉദരത്തിൻ്റെ ആവേശബലമായ മദ്യപാനം മൂലം നിങ്ങൾ ഉന്മത്തരാകരുത്. പ്രത്യുത ആത്മനിറവുള്ളവരായിട്ടിരിക്കണം. നിങ്ങളുടെ യഥാർത്ഥ ലഹരി യേശു എന്ന വ്യക്തിയായിരിക്കണം. സങ്കീർത്തനങ്ങൾ, സ്തോത്രങ്ങൾ വഴി നിങ്ങൾ സ്വയം സംസാരിക്കണം. അതോടൊപ്പം ഹൃദയങ്ങളിൽ സ്തുതിപ്പുകളും എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളും കൃതജ്ഞതാ പ്രകടനവും നിങ്ങൾക്കുണ്ടാവണം. ചുരുക്കി പറഞ്ഞാൽ വ്യക്തിപരമായ ജീവിത പുരോഗമനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരധ്യായമാണ് ഈ 5-ാം അധ്യായം. 21 മുതലുള്ള വാക്യങ്ങളിൽ കുടുംബ ബന്ധങ്ങളെയും അതിൻ്റെ കടമകളെയും കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വിധേയത്വം എന്നുള്ളത് പരസ്പര പൂരകമാണ്. ഭാര്യയ്ക്കോ ഭർത്താവിനോ മാത്രമുണ്ടാവേണ്ടതല്ല, ഇരുവർക്കും ഉണ്ടാവേണ്ടതാണ്. ഭാര്യമാരുടെ ചുമതല
ഈ വേദഭാഗമാണ് 22 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ വിവാഹ കൂദാശയിൽ ശ്ലീഹായായി നമ്മൾ വായിക്കുന്നത്. ഭാര്യമാരുടെ ചുമതല നമ്മുടെ കർത്താവിന് എന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുക. കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ അടിമയാവുക എന്നല്ല അർത്ഥം. അത് ബഹുമാനാർത്ഥം നൽകുന്ന ഒരു വലിയ വിധേയത്വമാണ്. കാരണം ഭാര്യയും ഭർത്താവും ഒരു ശരീരമാണ്. ഭാര്യയും ഭർത്താവും, അതിൽ ഭർത്താവാണ് ഭാര്യയുടെ ശിരസ്. സഭയുടെ ആ ശിരസ് ക്രിസ്തുവായിരിക്കുന്നത് പോലെ ക്രിസ്തു സഭയെ ഭരിക്കുകയല്ല, പ്രത്യുത ശുശ്രൂഷിക്കുകയാണ് ചെയ്യുന്നത്. ഭർത്താക്കന്മാരുടെ ചുമതല മശിഹ തൻ്റെ സഭയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അതിനെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അത് എങ്ങനെ സ്നേഹിക്കണം? സ്വന്തം ശരീരം എന്നതുപോലെ സ്നേഹിക്കണം. കാരണം ഈ സ്നേഹം സ്വന്തം ശരീരത്തെ വെറുക്കാതെ അതിനെ സ്നേഹിക്കുകയും പോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ പരസ്പര പൂരകമായ ആ സ്നേഹവും സമർപ്പണവും ശുശ്രൂഷയും ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാവണമെന്നുള്ളതാണ്. ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരം എന്ന വിധത്തിൽ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ചില ട്രാൻസ്ലേഷനിൽ ഭയപ്പെടേണ്ടതാകുന്നു എന്ന് പറയുന്നു. ആ ഭയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഭയമാണ്, അല്ല അടിമത്തത്തിൻ്റെ ഭയമല്ല എന്ന് മനസ്സിലാക്കുക. പ്രകാരം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ഏക ശരീരം എന്ന് കർത്താവ് പറഞ്ഞ അതേ ചിന്തയിൽ പൗലോസ്ലീഹ വളരെ ശക്തമായ ഒരു നിർദ്ദേശം നമുക്കിവിടെ നൽകുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസി എപ്രകാരം ജീവിക്കണം, അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും മറ്റുള്ളവരോടുള്ളതായ അവൻ്റെ സമീപനത്തിലും എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായൊരു കാഴ്ചപ്പാട് 5-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വേദഭാഗം വായിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവേ അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വേദപുസ്തക വായനകളും ധ്യാനങ്ങളൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാക്കുവാൻ മുഖാന്തരമായി തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരട്ടെ.